ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട കാണണേ. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കണത്. ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ബ്രെഡ് പീസസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രെഡ് പീസസ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് പീസസ് കട്ട് ചെയ്യുമ്പോഴേ പ്രത്യേക ഒരു ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ബ്രെഡ് പീസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ ബാക്കി വന്ന ബ്രെഡ് പീസസ് ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കണത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ ബ്രെഡിന് പുറമെ 2 മുട്ടയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില, പച്ചമുളക് എന്നിവയെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മൾക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് സ്റ്റവിൽ വെച്ചിട്ട് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. പാൻ ചൂടായി വരുന്ന സമയത്തെ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡ് പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡ് പീസസ് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. നമ്മളിതിലേക്ക് മുട്ട ചേർത്തിട്ട് ഒരു മസാലയും കൂടെ തയ്യാറാക്കി എടുക്കണുണ്ടേ. അപ്പോൾ ഈ മസാലയുടെ കൂടെ ചേർത്തിട്ട് ബ്രെഡ് പീസസ് കഴിക്കുന്ന സമയത്ത് ലേശം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഇത് വറുത്തെടുത്തത്. ബ്രെഡ് പീസസ് ഒക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം അതേ പാൻ തന്നെ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് സവാള, പച്ചമുളക്, ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇവയെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാവുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവൊക്കെ കൂടുതൽ വേണ്ട ആൾക്കാരെ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടിയെടുത്തോളൂ കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം 2 മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ബ്രെഡ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ പലഹാരമായിട്ടോ ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞങ്ങളിവിടെ ബ്രെഡ് മസാല എന്നാണ് ഇതിനെ പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ. മറ്റു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മിച്ചം വരുന്ന ബ്രെഡ് പീസസ് ഒക്കെ ഉണ്ടെങ്കിലേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മസാല ഉണ്ടാക്കിയെടുത്ത സമയത്തെ അതിലാവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മുട്ട ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പം കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. സവാള എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം മുട്ട കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു പലഹാരത്തിന് ഇന്ന പച്ചക്കറികൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം നമ്മളുടെ ബ്രെഡ് മസാലയ്ക്ക് ആവശ്യമുള്ള മുട്ട മസാല ഇതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരുന്ന സമയത്തെ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റിവെച്ച ബ്രെഡ് പീസസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇന്ന് വൈകുന്നേരത്തെ ചായക്കടിയായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കണത്. ബ്രെഡ് കൊണ്ടുള്ള മറ്റു പലഹാരങ്ങളൊക്കെ കഴിച്ചു മടുത്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ബ്രെഡ് മസാല തയ്യാറാക്കി നോക്കൂട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ ഉള്ളത് ചീസ് സ്ലൈസസ് ആണ്. അപ്പം ഞാനതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടേ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അത് ഒരുപാടൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് രണ്ടാമതും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ അടുത്ത തവണ ബ്രെഡ് വാങ്ങുമ്പോഴേ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ബ്രെഡ് മസാല ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രെഡ് മസാലയും കൂട്ടിയിട്ട് ചായ കുടിക്കട്ടെ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ബ്രെഡ് മസാല തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.